അയ്യേ, എന്ത് സിനിമയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കൊള്ളൂല, ആരും പോവല്ലേ, കാശ് ചുമ്മാ കളയല്ലേ. എന്ത് തരം റിവ്യൂ ആണിത്? ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ട വാലിബന് സിനിമാ റിവ്യൂകളെ വിമർശിച്ച് എത്തിയിരിക്കുകയാണ് സാജിദ് യഹിയ എന്ന നടനും സംവിധായകനും. മലൈക്കോട്ട വാലിബൻ എന്ന സിനിമ റിലീസായതിനു പിന്നാലെ വലിയ രീതിയിലുള്ള സിനിമ റിവ്യൂ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയുമായിട്ടുണ്ട്. പലരും ഇതിനെ വിമർശിച്ചും അതുപോലെ തന്നെ അനുകൂലിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. മുൻപും ഇതുപോലെ സിനിമാ റിവ്യൂസിനെ നിയന്ത്രിക്കണമെന്ന് പോലും സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വലിയ ചർച്ചയുമായതാണ്. ഇപ്പോൾ ഇതാ മലൈക്കോട്ട വാലിബന്റെ വിഷയത്തിലാണ് വിവാദം കത്തിയിരിക്കുന്നത്. സിനിമാ നടനും സംവിധായകനുമായ സാജിദ് യഹിയയാണ് ഇപ്പോൾ പോസ്റ്റുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. സാജിദ് യഹിയയുടെ പോസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സിനിമ കൊള്ളില്ലെന്ന് പറയാൻ വേണ്ടി ഒരാൾ തന്നെ 3-4 പോസ്റ്റുകൾ ഓരോ സിനിമാ ഗ്രൂപ്പുകളിൽ ഇടുന്നത് കാണുമ്പോൾ ഷടാ, ഇയാൾക്കിനി ഇതിന്റെ അണിയറ പ്രവർത്തകരോട് വല്ല മുൻവൈരാഗ്യമുണ്ടോ കർത്താവെ എന്നോർത്തു പോവും. അത്രയും സമയവും എനർജിയും കളഞ്ഞ് അയാൾ ശ്രമിക്കുന്നത് ഒരു ശില്പത്തെ വെറുതെ അങ്ങ് നശിപ്പിച്ച് കളയാനാണ്. ഒന്നും പുതുതായി നിർമ്മിക്കാനോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന യാതൊന്നിനുമോ അല്ല. അങ്ങനെ കുറെ പേരെ കണ്ടു, ഇന്നലെയും ഇന്നുമൊക്കെയായി. അയ്യേ, എന്ത് സിനിമയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കൊള്ളൂല, ആരും പോവല്ലേ, കാശ് ചുമ്മാ കളയല്ലേ. എന്തുതരം റിവ്യൂ ആണിത്? ഇതിനു പകരം എനിക്കിഷ്ടപ്പെട്ടില്ല, നിങ്ങൾ കണ്ടു നോക്കൂ, ചിലപ്പോൾ ഇഷ്ടമായേക്കാം എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിലും സിനിമ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുന്നതാണോ സത്യത്തിൽ റിവ്യൂ? സിനിമയുടെ ഓരോ വശത്തെയും കുറിച്ച് എടുത്തു പറയുന്ന കൃത്യമായ അവലോകനത്തെ മാത്രമേ ഞാൻ റിവ്യൂ എന്ന് വിളിക്കൂ. ഒരു കഥ സംവിധാനം ചെയ്ത് സിനിമയാക്കുക എന്നത് ഒരുപാട് പേരുടെ അധ്വാനമുള്ള ഒന്നാണ്. അതിനായി അധ്വാനിച്ചവർക്കെല്ലാം ആ ദൃശ്യവിരുന്ന് സ്വന്തം കുഞ്ഞെന്ന പോലെ വിലമതിച്ചതുമാണ്. അവർ അത് ഏറ്റവും മഹത്തരമെന്ന് പറയുന്നതിൽ എങ്ങനെ തെറ്റു പറയും? എന്നാൽ ലൈറ്റ് ബോയ് മുതൽ സംവിധായകൻ വരെയുള്ള ആ നിലയിലെ ഒരാൾ പോലും പ്രേക്ഷകരായ നമ്മളെ നിർബന്ധപൂർവ്വം തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നില്ല. നമ്മുടെ കയ്യിലേക്ക് അവരുടെ വിയർപ്പിന്റെ ഫലത്തെ തരിക മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ വിധി നിശ്ചയിക്കേണ്ടത് നമ്മളും. ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ വ്യക്തിയധിഷ്ഠിതമാണ്. എനിക്കിഷ്ടമാവാത്തത് മറ്റൊരാൾക്ക് ഇഷ്ടമായേക്കാം. അതുകൊണ്ട് കാണല്ലേ, കാശ് കളയല്ലേ എന്നൊക്കെ വിളിച്ചു കൂന്നതിന് പകരം എനിക്കിഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അതൊരു സിനിമയെ നശിപ്പിക്കലാവില്ല. റിവ്യൂ എന്ന പേരിൽ ഒരു സിനിമയെ കൊല്ലുന്നതിന് മുമ്പ് ഒരു നിമിഷം അധ്വാനത്തെ ഓർക്കേണ്ടതുണ്ട് മലയാളി എന്ന് തോന്നുന്നു. ഒരൽപ്പം കൂടി ബഹുമാനം ആ അധ്വാനത്തിന് നൽകാമെന്ന് തോന്നുന്നു എന്നാണ് സാജിദ് യഹിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ഇതിന്റെ കമന്റിൽ തികച്ചും വ്യത്യസ്തമായ ഒരു കമന്റ് കൂടെയുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കാം. സിറാജ് റഹ്മാൻ എന്ന സുഹൃത്തിന്റെ കമന്റ് ഇങ്ങനെയാണ്: എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ നിർത്തിക്കൂടെ? ലാഭം സിനിമ ഉണ്ടാക്കിയ പ്രൊഡ്യൂസർക്ക് മാത്രമല്ല, ആ സിനിമ കാണാൻ ചെല്ലുന്ന പ്രേക്ഷകനും അവന്റെ സമയത്തിനുമുണ്ട് വില. അത് തിരിച്ചു കിട്ടണമെങ്കിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് നൽകണം, അല്ലെങ്കിൽ അതുപോലെ പ്രേക്ഷകരിൽ എത്തിക്കണം. ഇതേ LJP മമ്മൂട്ടിയെ വെച്ച് നൻപകൽ നേരത്തെ മയക്കം സിനിമ എടുത്തു, പ്രേക്ഷകർ സ്വീകരിച്ചു. അത് ആ സിനിമയുടെ മാർക്കറ്റിംഗ് രീതി നല്ല രീതിയിൽ ഉപയോഗിച്ച് പ്രേക്ഷകർ ചിന്തിച്ച ആയത്തിൽ സിനിമ വന്നു, വിജയിച്ചു. എന്നാൽ വാലിബന് സംഭവിച്ചത്, മോഹൻലാൽ എന്ന പേര് തന്നെ നിങ്ങൾ ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ നിങ്ങൾ ബിസിനസ്സാണ് ചിന്തിച്ചത്. ഇന്ന് എല്ലാം തകരുമ്പോൾ 150 രൂപ കൊടുത്ത പ്രേക്ഷകരും ഉണ്ടാവും ചിലത് പറയാൻ. ആസ്വാദകൻ എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായം, സിനിമ മോശമായതുകൊണ്ടല്ല, നിങ്ങൾ മാർക്കറ്റ് ചെയ്ത രീതി മോശമായിരുന്നു. മോഹൻലാൽ എന്ന ബ്രാൻഡ് നിങ്ങൾക്ക് വിൽക്കാൻ കഴിഞ്ഞേക്കും, പക്ഷെ ക്വാളിറ്റി അത് ഉപഭോക്താവിന് പ്രതീക്ഷിക്കുന്നതിന് നൽകണം. മലയാളികൾ അങ്ങനെയാണ്. ഇങ്ങനെയാണ് കമന്റ് അവസാനിക്കുന്നത്. ഇവരിൽ ആരുടെ അഭിപ്രായമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക.